ഹലോ! ഞാൻ ഇടക്കിടക്കെല്ലാം ഷുഗർ ഡയറ്റെല്ലാം എടുക്കാറുണ്ട് എങ്കിലും, ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഡയറ്റാണ് എൻ്റെ. ഇടക്ക് ഞാൻ കുറേ മധുരം കഴിച്ചിട്ട് അവസാനം ഒരു വിത്തൗട്ട് ഷേക്ക് കുടിച്ചു. അല്ലെങ്കിൽ പിന്നെ വീട്ടിന്ന് ഞാനങ്ങനെ മധുരം തീരെ കഴിക്കാറില്ല. പക്ഷെ പുറത്തുന്ന് ഐസ്ക്രീം പോലത്തെ ഐറ്റംസ് എല്ലാം എനക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റാറില്ല. പരമാവധി കുറക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാറ്റിൽ പറന്ന് പോയൊരു ദിവസമായിരുന്നു ഇന്നലെ വൈകുന്നേരം. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ മധുരം കഴിച്ചിന്, കുറച്ച് ബിരിയാണി കഴിച്ചിന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം കഴിച്ചിന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണേ ഇന്ന്. അപ്പോൾ ഉച്ചക്ക് നല്ല ചൂട് ചിക്കൻ ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈ അല്ല കഴിച്ചത്. ഇന്നലെ ഉച്ചക്ക് ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാളുടെ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അയാൾ എന്നെയും കൂട്ടിയിട്ട് അയാളെ വീട്ടിൽ പോയി. എന്നിട്ട് അയാളെ വീട്ടിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. 2 പരന്നിട്ടുള്ള റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പ്ലേറ്റിൽ ബിരിയാണി വിളമ്പിയിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നല്ലോണം കഴിച്ചുവെന്ന്. ഞാനാണെങ്കിൽ ആ പറഞ്ഞത് സീരിയസ് ആക്കി എടുക്കുകയും ചെയ്തിന്. നല്ലോണം അടിച്ച് മാട്ടീന്. മറ്റേ പകുതി ഫ്രൈ ആക്കിയിട്ടുള്ള ബ്രോയിലർ ചിക്കൻ ബിരിയാണി ഇല്ലേ, അങ്ങനത്തെ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. ലെഗ് പീസാണ് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ഫ്രൈ കഴിച്ചില്ല. മറ്റേ യൂറിക് ആസിഡിൻ്റെ ഒരു ചെറിയ ഉൾഭയം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് മറ്റേ കറക്റ്റ് ജ്യൂസി ആയിട്ടുള്ള കോഴിക്കാല് എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു കോഴിൻ്റെ കാലായിരുന്നു അത്. പിന്നെ ബിരിയാണി കഴിച്ചതിന് ശേഷം കഴിക്കാൻ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, നല്ല നാടൻ കർമൂസ്. പിന്നെ ഓറഞ്ചും ആപ്പിളും മുന്തിരിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ചെറിയൊരു ഏമ്പക്കെല്ലാം വിട്ടിട്ട് സോഫയമ്മിൽ ഇരുന്നിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞേരം ആടുന്നിറങ്ങി. വരുന്ന വഴിക്ക് ഞാനൊരു ചായക്കടയിൽ നിന്ന് 3 ചെറിയ കല്ലുമ്മക്കായും കഴിച്ചിന്. പിന്നെ ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ തലശ്ശേരിയിലേക്ക് പോയേ. തലശ്ശേരിയിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡെസേർട്ട് സ്പോട്ടാണ് ഇതെന്ന് വേണ്ടിക്കല് പറയാം. അപ്പം അങ്ങനെ ഈടെ എത്തിയിട്ട് ഇവർ കുറച്ച് ന്യൂ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടെ. ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിന്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വന്നേ ഞാനിടാം. ഇതാണ് അതിലെ ഒരു ഐറ്റം. ഇതിൻ്റെ പേര് പിസ്താഷ്യോ ചോക്കോ ബൗൾ എന്നാണ്. ₹250, അതായത് ₹250 ഇതിൻ്റെ റേറ്റ് വരുന്നത്. വാഫിൾസ് ചെറിയ കഷ്ണാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം അതിൻ്റെ മേലെ 2 സ്കൂപ്പ് വെനില ഐസ്ക്രീം ഇടും. എന്നിട്ട് അതിനെ ഒന്ന് പരത്തിയ ശേഷം അതിൻ്റെ മേലെ കുനാഫ ഇടും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മിൽക്ക് ചോക്ലേറ്റും പിസ്താഷ്യോ സോസും നല്ലോണം ആക്കിയിട്ട് കുറച്ച് പിസ്തയും പൊടിച്ചിട്ടിട്ട് ഇത് ഇങ്ങോട്ടേക്ക് തരുവേ. എന്നിട്ട് നമുക്ക് തരുന്ന സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അതവർ പറഞ്ഞു തന്നെയല്ല, കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയതാ. ആ വാഫിൾസും ഐസ്ക്രീമും കുനാഫയും പിസ്താഷ്യോ സോസും മിൽക്ക് ചോക്ലേറ്റിൻ്റെ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണേൽ കഴിക്കാൻ. അത് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ദോശ പോലെ ഈ ചൂട് തവ പോലത്തെ സാധനത്തിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചുണ്ടാക്കുന്നത്. അതിൻ്റെ പേര് ക്രെപ്പ് എന്നാണ്. ക്രെപ്പ് ഇവിടെ പണ്ട് മുതലേ ഉണ്ട്, പക്ഷേ ഇത് ഒരു പുതിയ ക്രെപ്പാ. ഇതിൻ്റെയും പേര് പിസ്താഷ്യോ കുനാഫ എന്നാണ്. അപ്പോൾ ആ പിസ്താഷ്യോ കുനാഫ നമ്മളെ ക്രെപ്പിലിടുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് പിസ്താഷ്യോ കുനാഫ ക്രെപ്പ്. അങ്ങനെയാണ്. ₹280 വരും ഇതിന്, അതായത് ₹280. എന്നിട്ട് മസാല ദോശേൻ്റെ ഇടയിൽ പൊട്ടറ്റോ മസാല നിറയ്ക്കുന്ന പോലെ ഇതിൻ്റെ ഇടയിലും ആ പിസ്താഷ്യോ കുനാഫ നിറച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെയും മറ്റേ മിൽക്ക് ചോക്ലേറ്റും ഈ പിസ്താഷ്യോ ഈ സാധനമില്ലേ അതിൻ്റെ ഈ സോസ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളെ മുമ്പിലേക്ക് സെർവ് ചെയ്യും. കുറച്ച് പിസ്തേൻ്റെ കഷ്ണം അതിൻ്റെ മേലെ ഇടുകയും ചെയ്യും. 8 പീസായിട്ടാണ് ആ ക്രെപ്പ് ഇപ്പം കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയേ. ചവക്കാൻ പാടില്ല ഇത്. നാവിൻ്റെയും നമ്മളെ മേലത്തെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അലിയിച്ച് കഴിക്കണം. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ പിസ്ത കടിക്കാനുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് അവരോടവിടെ പറഞ്ഞിട്ടുമുണ്ട്, അവർ ചെയ്യാമെന്ന് പറഞ്ഞ്. അതിന് ശേഷം ഇവിടുന്നൊരു നോർമൽ ക്രെപ്പും കഴിച്ച്. 3 ചോക്ലേറ്റ്സ് ഒരുമിച്ച് സംഗമിക്കുന്ന ട്രിപ്പിൾ ചോക്ലേറ്റ് ക്രെപ്പാണ് ഇത്. ₹150 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതും അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് മിക്കവാറും ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാറുള്ള ഒരു ഐറ്റമാണ്. അതാണ് ഈ സൺഡേ. കുക്കീസ് ആൻഡ് ക്രീം ആണ് ഇതിൻ്റെ ഫ്ലേവർ. ₹160, ₹160 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. എത്രത്തോളം ഇത് മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഇന്ത്യൻ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും. ഈ ജാറിന്ന് താഴേന്നെ ഇങ്ങനെ പതുക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. അപ്പോൾ സൺഡേ അങ്ങനെ ആസ്വദിച്ച് കഴിച്ച ശേഷം പിന്നെ ഒരു പാൻ കേക്ക് ഓർഡർ ചെയ്ത്. 8 ചെറിയ പീസ് പാൻ കേക്കാണ് ഇവിടെ ഒരു പ്ലേറ്റിലുണ്ടാവുക. പാൻ കേക്ക് ഞാൻ ഓർഡർ ചെയ്തത് ട്രിപ്പിൾ ചോക്ലേറ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് 3 ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ടാവും. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാവും, മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാവും, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെൽ ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ മേലെ ചോക്കോ ചിപ്സും ഉണ്ടാവും. ₹150 ആ ട്രിപ്പിൾ ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ റേറ്റ്. അതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പാൻ കേക്ക് ഓർഡർ ചെയ്ത്
12 പീസ് പാൻ കേക്ക് വരും കേട്ടോ ഇത്. ഇത് ഇവിടുത്തെ ഒരു പുതിയ ഐറ്റാണേ. സിഗ്നേച്ചർ പാൻ കേക്ക് എന്ന് പറയും ഇത്. ഇതിൻ്റകത്ത് ഒരു സെറ്റ് പിസ്താഷ്യോ പാൻ കേക്ക് ഉണ്ട്, പിന്നെ ഒരു സെറ്റ് ലോട്ടസ് പാൻ കേക്ക് ഉണ്ട്, പിന്നെ ഒന്ന് ന്യൂട്ടല്ലയാന്ന് തോന്നുന്നു. പല കാര്യങ്ങളിലും എനിക്ക് കുറച്ച് കൗതുകം കൂടുതലായതുകൊണ്ട് ആ 3 പാൻ കേക്ക് ഒരുമിച്ച് അട്ടി വെച്ച് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ഓരോന്നായിട്ട് കഴിച്ചു നോക്കി. ആ 3 പാൻ കേക്ക്സും ഒരേ സമയത്തിൽ മാറി മാറി കഴിച്ചു നോക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പിസ്താഷ്യോ ആയിരുന്നു അതിലെൻ്റെ ഫേവറേറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലോട്ടസ് ആണ്. പിന്നെ മറ്റേ ന്യൂട്ടല്ല അഥവാ ചോക്ലേറ്റിൻ്റെ സാധനം. മത്തായോ എന്ന് ചോദിച്ചാൽ മത്തായി, പക്ഷെ മതിയായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചില കാര്യങ്ങളില്ലേ അങ്ങനെ നമുക്ക് മതിയാക്കണം തോന്നും, പക്ഷെ മതിയാവാത്ത. മനസ്സിലായില്ലേ? ഇങ്ങക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും കുറേ കാര്യങ്ങൾ അങ്ങനത്തെ. അപ്പം അതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മധുരം കഴിപ്പ്. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റൂലപ്പാ. അതുകൊണ്ടാണ് ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതിവിടുത്തെ കിൻഡർ ബ്യൂണോ വാഫിൾസ് ആണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സ്കൂപ്പ് വെനീല ഐസ്ക്രീം ഇട്ടിട്ടെടുത്തിന്. എന്നിട്ട് ഈ വെനീല ഐസ്ക്രീം ഇങ്ങനെ കോരി എടുത്തിട്ട് ആ കിൻഡർ ബ്യൂണോ നല്ലോണം ആക്കിയിട്ടുള്ള വാഫിൾസിൻ്റെ മേലെ ഇങ്ങനെ പുരട്ടിയിട്ട് നല്ലോണം അമർത്തിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കണ്ണ് മൂടിയിട്ട് കഴിക്കാനുണ്ടല്ലോ, എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലേ. പിന്നെ ഒരു സ്ട്രോബെറി ടെല്ല എന്ന് പറഞ്ഞ് ഈ അമേരിക്കൻ വാഫിൾ ഓർഡർ ചെയ്ത്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ഉണ്ടാവില്ല, വേണ്ടിക്കിൽ നമ്മൾ എക്സ്ട്രാ പറയണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു സ്കൂപ്പ് പറഞ്ഞു. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നല്ല നിങ്ങൾക്ക് നല്ലോണം അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ആ വാഫിൾ കട്ട് ചെയ്തവിടെ വെച്ച ശേഷമോ ഐസ്ക്രീം കുറച്ചിതാ ഇങ്ങനെ കോരിയെടുക്കുക. കോരിയെടുക്കുമ്പോൾ ഐസ്ക്രീം ലേശം കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകാണ്ട് നോക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടിതാ ഇങ്ങനെ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആ അമേരിക്കൻ വാഫിൾ നൈസായിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ മേലെ മിൽക്ക് ചോക്ലേറ്റെല്ലാം നല്ലോണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. അതിന് ശേഷം വീണ്ടും ഐസ്ക്രീം തീരെ കുറയാണ്ട് കുറച്ച് നല്ലോണം എടുക്കുക, അതിൻ്റെ മേലെ ആക്കുക. ഒന്ന് ആ ഫോർക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തുക. എന്നിട്ട് ഇങ്ങനെ കോരിയെടുക്കുക, കണ്ണ് കൂട്ടിയിട്ടാ. ആ വാഫിളിൻ്റെ ക്വാളിറ്റി ശരിക്കും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു നീതികേടായി പോകും. അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി നാരങ്ങാപ്പുറവും പിന്നെ AVK നായർ റോഡല്ലേ അതിൻ്റെ എല്ലാം അടുത്തുള്ള ടെലി ടവറിലെ വാഫി ഹൗസാണ്. കഴിഞ്ഞിട്ടില്ല, അവിടുന്ന് ഞാൻ പിന്നെ 2-3 ഐറ്റംസും കൂടെ കഴിച്ചിന്. അതിൽ ഒന്നാണ് ഈ ലോട്ടസ് ഷേക്ക്, പിന്നെ ഈ സ്ട്രോബെറി ചീസ് കേക്ക് ഷേക്ക്. രണ്ടും ആ പേപ്പർ സ്ട്രോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇങ്ങനെ വലിച്ച് കുടിച്ച് കേട്ടാ. സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ ഷേക്ക് കുഴപ്പമില്ല, പക്ഷേ അതിനേക്കാളും എത്രയോ അടിപൊളിയായിരുന്നു ഈ ലോട്ടസ് ഷേക്ക്. അത് കുടിച്ച് കഴിഞ്ഞാലോ അത്രയും നേരം ഞാൻ കഴിച്ച ചോക്ലേറ്റ് പ്ലസ് ആ ഐസ്ക്രീം ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി. അന്നേരം എനിക്ക് ഒന്നും കൂടെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റം കൂടെ കഴിക്കാനുള്ള ചെറിയൊരു ക്രേവിങ് വന്ന് ഞാൻ അവരെ മെനു നോക്കിയാലോ ഞാൻ ഇടുന്ന ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം കണ്ട്. അപ്പോൾ തന്നെ കയ്യോടെ ഞാൻ ആ സാധനം ഓർഡർ ചെയ്ത്. അതാണ് ഈ ബ്രൗണി വിത്ത് വെനില ഐസ്ക്രീം. അതിൻ്റെ അകത്തും കുറച്ച് മിൽക്ക് ചോക്ലേറ്റിലും വരുന്നുണ്ട്. അപ്പം ബ്രൗണിയും ആ ഐസ്ക്രീമും മിൽക്ക് ചോക്ലേറ്റും പിന്നെ ന്യൂട്ടല്ലേൻ്റെ ലേശോ ആ സാധനമെല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഞാൻ തലശ്ശേരി കടൽപ്പാലമില്ലേ അതിലൂട്ടി ഒരു അരമണിക്കൂർ നേരം നല്ലോണം കയ്യും വീശി നടന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മിൽമിയില്ലേ അവിടെ പോയിട്ട് ഒരു വിത്തൗട്ട് ചായയും പറഞ്ഞ് പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കിഴങ്ങ് പൊരിച്ചു. അപ്പോഴത്തേക്ക് ഒരു പൂച്ചയെല്ലാം വരുന്നുണ്ടായിരുന്നു. പിന്നെ പൂച്ചയ്ക്ക് ഞാൻ ചെറിയ കഷ്ണം കൊടുത്തിട്ട് ബാക്കി ഞാൻ തന്നെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്ന് ഒരു അൽഫാമും വാങ്ങിച്ച് അടുത്തൊരു സ്പെഷ്യൽ റൈസും വീട്ടിലേക്ക് പാർസൽ വാങ്ങിച്ചേ. ഇതേതാ സ്പോട്ട് എന്നല്ലോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീട്ടിലൊരു 8 മണിയാകുമ്പോൾ എത്തിയിട്ട് വീട്ടിൽ നിന്ന് ഈ റൈസും കഴിച്ച് ആ അൽഫാമും കഴിച്ച് കേട്ടാ. പിന്നെ കുറച്ച് നേരം മുറ്റത്തെ നടന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരിയേ.